അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിന്റെ തഫ്ഹീമു തിലാവ എന്ന വിഷയത്തിൽ ഖിറാഅത്ത് എന്ന ഭാഗത്തിൽ വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം. അപ്പോൾ പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ഹബലുൻ. ഹബലുൻ എന്നുള്ളത് നമ്മൾ എന്താണ് പഠിച്ചത്? ഹബലുൻ കയറാണ് അല്ലേ? അപ്പം ആ കയറിൻ്റെ നേരെയാണ് ഹബലുൻ എന്ന് വായിച്ചതിന് ശേഷം തൊട്ട് കാണിക്കേണ്ടത്. ഹബലുൻ എന്ന് വായിക്കുക, എന്നിട്ട് ഹബലുൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏത് തൊട്ട് കാണിക്കുക? ആ കയറ് തൊട്ട് കാണിക്കുക. ഇനി രണ്ടാമത്തത് കലമുൻ എന്നുള്ളതാണ്. അപ്പൊ കലമുൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥം പേന എന്നാണ്. അപ്പൊ കലമുൻ എന്ന് വായിച്ചതിന് ശേഷം പേന എന്നുള്ളത് തൊട്ട് കാണിക്കണം. ഇനി മൂന്നാമത്തത് വർദുൻ എന്നാണ്. അപ്പൊ വർദുൻ എന്നുള്ളതിന് നമ്മൾ പഠിച്ചത് ഏതാണ്? പൂവ് അല്ലേ? ഒരു റോസാപ്പൂവാണ് നമ്മൾ വർദുൻ എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ വർദുൻ എന്ന് വായിച്ചതിന് ശേഷം ആ ഒരു റോസാപ്പൂവിന് നേരെ തൊട്ട് കാണിക്കണം. ഇനി അടുത്തത് തംബ്രുൻ എന്നാണ്. അപ്പൊ തംബ്രുൻ എന്ന് വായിച്ചതിന് ശേഷം അവിടെയുള്ള ആ ഒരു കാരക്ക അല്ലെ, അത് തൊട്ട് കാണിക്കണം. ഇനി അഞ്ചാമത്തത് ലിറുസുൻ എന്നുള്ളതാണ്. അപ്പൊ ലിറുസുൻ എന്ന് വായിച്ചതിന് ശേഷം നമ്മൾ തൊട്ട് കാണിക്കേണ്ടത് ഏതാണ്? ആ ഒരു നടുവിൽ കൊടുത്ത പല്ലിന്റെ ഫോട്ടോമാണ് അല്ലെ? അപ്പൊ ആ പല്ലിന്റെ ഫോട്ടോക്ക് നേരെയാണ് ലിറുസുൻ എന്ന് വായിച്ചതിന് ശേഷം തൊട്ട് കാണിക്കേണ്ടത്. അതുപോലെ അവസാനത്തെ ഒരു വാക്കാണ് ഐനുൻ എന്നുള്ളത് അല്ലെ? അപ്പൊ ഐനുൻ എന്നുള്ളതിന് അർത്ഥമായിട്ട് നമ്മൾ പഠിച്ചത് കണ്ണ് എന്നാണ്. അപ്പൊ ഈ ഒരു ബോക്സിൽ ഏതാണ്? ആ കണ്ണിന് നേരെ നിങ്ങൾ തൊട്ട് കാണിക്കുക, അതാണ് ഐന്. അപ്പം അത് ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധയോടെ തൊട്ട് കാണിക്കണം. ഇനി രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത് പുസ്തകത്തിൽ നോക്കി വായിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ഏതാണ്? ആദ്യം നമുക്ക് ആ ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗത്തുള്ളത് വായിച്ചു നോക്കാം. ടോട്ടൽ അവിടെ നൽകിയത്, ആകെ അതിൽ നൽകിയത് എത്ര വാക്കുകളാണ്? 1, 2, 3, 4, 5, 6 വാക്കുകളാണ്. അപ്പം ആ 6 വാക്കുകളും നമുക്ക് ശ്രദ്ധയോടെ നോക്കി കൃത്യമായിട്ട് വായിക്കാം. ഒന്നാമത്തത് യൗമ ഇദിൻ എന്നുള്ളതാണ്. യൗമ ഇദിൻ. ഇനി രണ്ടാമത്തതോ വിൽദാനുൻ. വിൽദാനുൻ. മൂന്നാമത്തത് മഅ്ബൂദുൻ. അപ്പൊ ആദ്യത്തത് യൗമ ഇദിൻ, രണ്ടാമത്തത് വിൽദാനുൻ, മൂന്നാമത്തത് മഅ്ബൂദുൻ. ഇനി അടുത്ത ആ ഒരു ബുക്കിലെ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ആദ്യം ഉള്ളത് ഏതാണ്? തഹ്തിഹ. എന്താണ്? തഹ്തിഹ. അടുത്തതോ മശ്ഊലുൻ. അവിടെ മശ്ഊലുൻ എന്നുള്ളതാണ് രണ്ടാമത്തത്. ഇനി ഏറ്റവും അവസാനത്തതായിട്ട് നൽകിയത് ഏതാണ്? ദീനില്ലാഹ് അല്ലെ? ഒന്നുകൂടെ നോക്കാം. ദീനില്ലാഹി. ദീനില്ലാഹി. അപ്പോ ആ ഒരു ഭാഗത്ത് കൊടുത്തത് തഹ്തിഹ, മശ്ഊലുൻ, ദീനില്ലാഹി. ഇനി മൂന്നാമത്തെ പ്രവർത്തനം അക്ഷരങ്ങൾ വായിക്കാം എന്നുള്ളതാണ്. അപ്പൊ നോക്കാം. ആദ്യം കൊടുത്ത അക്ഷരം ഏതാണ്? ളാ ആണ് അല്ലെ? അപ്പൊ അവിടെ ളാ എന്ന് അത് നോക്കിയിട്ട് വായിക്കാം. അടുത്തതോ സാ. നമ്മൾ സല്ലാജത്തുൻ എന്നൊക്കെ പഠിച്ച ആ ഒരു സാ ആണ് രണ്ടാമത്തതായിട്ട് നൽകിയത്. അപ്പൊ അത് രണ്ടും നല്ല രൂപത്തിൽ നോക്കി വായിക്കുക. ഇനി തഫ്ഹീമു തിലാവ എന്ന പുസ്തകത്തിലെ തന്നെ കിതാബത്ത്, എഴുത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ ഖിറാഅത്ത് കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനം വിട്ട അക്ഷരങ്ങൾ എഴുതാം എന്നുള്ളതാണ്. വിട്ട അക്ഷരങ്ങൾ എഴുതാം. അപ്പൊ അവിടെ ആദ്യം അവിടെ ഒരു കോടാലിയുടെ ഒരു ഫോട്ടോ ആണ് നൽകിയിട്ടുള്ളത് അല്ലെ? അപ്പൊ അവിടെ അതിനെന്താണ്? നമ്മൾ അവിടെ ആകെ കൊടുത്തത് സുൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന്റെ മുമ്പ് എന്തോ ഒന്ന് എഴുതാനുണ്ട്. അതേതാണ്? ഫ എന്നുള്ളതാണ് അല്ലെ? ഫ സുൻ.
അവിടെ എന്താ എഴുതാനുള്ളത്? ഫഅ്സുൻ. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഓരോ അക്ഷരങ്ങളും ഏത് രൂപത്തിലാണോ എഴുതിയിട്ടുള്ളത് അത് കറക്റ്റ് നല്ല രൂപത്തിൽ തന്നെ നോക്കി പഠിക്കുക. ഈ രൂപത്തിലായിരിക്കും നമുക്ക് വരാൻ പോകുന്ന വാർഷിക പരീക്ഷയുടെ എക്സാമിന് വരിക. അപ്പൊ നല്ല ശ്രദ്ധയോടെ എങ്ങനെയാണോ എഴുതിയത് അത് ശ്രദ്ധാപൂർവം നോക്കി എഴുതാൻ പഠിക്കണം. അപ്പൊ അവിടെ എഴുതാനുള്ളത് ഏതാണ്? ഫ എന്നുള്ളതാണ്. സുൻ എന്നുള്ളത് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പം അത് കൂട്ടി വായിക്കുമ്പോൾ ഫഅ്സുൻ എന്ന് വരും. രണ്ടാമത്തത് എന്താണ്? അല്ലെ, ഒരു കോരി, അല്ലെ, നമ്മൾ മീനൊക്കെ പിടിക്കുന്ന രൂപത്തിലുള്ള ഒരു കോരിയാണ്. അപ്പൊ അവിടെ എന്താണ് വേണ്ടത്? ഗിർ എന്നുള്ളതാണ്. ഗിർ ബാലുൻ, ഗിർ ബാലുൻ. അപ്പൊ അവിടെ ഗിർബാലുൻ എന്നുള്ളതാണ്. അത് നമ്മൾ പൂരിപ്പിച്ചെഴുതുമ്പോൾ ലഭിക്കുക. അടുത്തതോ ഒരു ഫ്രിഡ്ജിന്റെ ഫോട്ടോ ആണ് അല്ലെ. അപ്പൊ അത് സല്ലാജത്തുൻ. അപ്പൊ അവിടെ സല്ല എന്നുള്ളത് മാത്രമാണ് എഴുതാനുള്ളത്. ജത്തുൻ എന്ന് അവിടെ നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ സല്ലാജത്തുൻ എന്ന് എഴുതുക. ഇനി അടുത്തത് ഒരു കൊടിയാണ്, പതാക അല്ലെ. അപ്പൊ അവിടെ അലിഫും കൊടുത്തിട്ടുണ്ട്, ഉൻ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എഴുതാനുള്ളത് ലിവ എന്ന് മാത്രം ആണ്. അപ്പം അത് പൂരിപ്പിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ വരും, ലിവാ ഉൻ എന്ന് വരും. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ പ്രവർത്തനമാണ് ബോർഡിൽ നോക്കി എഴുതാം. അപ്പൊ അവിടെ 6ഓളം വാക്കുകളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അത് ഈ ഇടത്തെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ഒരു തെറ്റും ഇല്ലാതെ നോക്കി എഴുതണം. അപ്പൊ ഒന്നാമത്തെ എന്താണ്? മൽഹറു. അപ്പൊ അവിടെ മൽഹറു എന്ന് വൃത്തിയിൽ എഴുതി കൊടുക്കുക. രണ്ടാമത്തതോ അസ്ലിഹ് അല്ലെ, അസ്ലിഹ് എന്ന് അവിടെ വൃത്തിയിൽ എഴുതുക. മൂന്നാമത്തത് മിഅ്സലുൻ. നാലാമത്തത് ഖുലൂബുൻ. അഞ്ചാമത്തത് സഹ്റത്തുൻ. ആറാമത്തത് ഷജറത്തുൻ. അപ്പം അത് 6ഉം അവിടെ 6 കള്ളികളാണ് നൽകിയിട്ടുള്ളത് അല്ലെ. ഓരോന്നും എഴുതാൻ ഓരോ സ്ഥാനം നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് മൂന്നാമത്തത്. വിട്ട അക്ഷരം കുട്ടയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാം. ഉസ്താദ്മാർ പേരുകൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ പ്രത്യേകം നോക്കാനുള്ളത് അവിടെ 5ഓളം വാക്കുകളും അതിന്റെ ഫോട്ടോ സഹിതം നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചതാണ്. അപ്പം അവിടെ ഏതോ ഫസ്റ്റത്തെ അക്ഷരങ്ങൾ അവിടെ ഇല്ല. എവിടെയാണുള്ളത്? ആ ഒരു കുട്ടയിലാണുള്ളത് അല്ലെ. അപ്പൊ ഓരോന്നിന്റെയും നേരെ ആദ്യം അതിങ്ങനെ എടുത്ത് എഴുതണം. അപ്പൊ ഒന്നാമത്തത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് വാല് അല്ലെ, പശുവിന്റെ വാലാണ്. അതാണ് അവിടെ ഫോട്ടോ ആയിട്ട് നൽകിയത്. അപ്പൊ അവിടെ നബുൻ എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു കുട്ടയിൽ നിന്നും ഏത് അക്ഷരമാണ് എടുക്കാനുള്ളത്? ഓർമ്മയില്ലേ? ഏതാണ്? റ എന്നുള്ള അക്ഷരമാണ് അല്ലെ. അപ്പൊ അവിടെ റ എന്നുള്ള അക്ഷരം എടുത്തെഴുതുക. അപ്പൊ അത് പൂരിപ്പിച്ച് വായിക്കും എങ്ങനെ വരും? റനബുൻ എന്ന് വരും, റനബുൻ. ഇനി രണ്ടാമത്തത് ഒരു സീലാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചതാണ് ഹ അല്ലെ, ഹത്തുമുൻ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഹ എന്നുള്ളത് ആ കൊട്ടയിൽ നിന്നും എടുത്തിട്ട് ഹത്തുമുൻ എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് മുന്തിരി അല്ലെ, ചെറിയ മുന്തിരിയാണ്. അപ്പം അവിടെ എഴുതാനുള്ളത് ഏതാണ്? സ അല്ലെ, സബീബുൻ. അപ്പൊ അവിടെ സബീബുൻ എന്നുള്ളതാണ്. അപ്പൊ അവിടെ സ ആ കൊട്ടയിൽ നിന്നും എടുത്ത് ആദ്യം എഴുതി കൊടുക്കുക. അത് വായിക്കുമ്പോൾ സബീബുൻ എന്ന് വരും. അടുത്തത് ഒരു ചെടിയിൽ ഒരു ചെറിയൊരു ചെടിയാണ് അല്ലെ. അപ്പം അതെന്താണ്? അവിടെ എഴുതാനുള്ളത് ന എന്നുള്ളതാണ്. അപ്പൊ അവിടെ ന ഇട്ട് കൊടുക്കുക. അപ്പൊ ന എഴുതുമ്പോൾ എങ്ങനെ വരും? നബ്തുൻ എന്ന് വരും. അപ്പൊ നബ്തുൻ. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ചിത്രമാണ് ഒരു പ്ലേറ്റുകളുടെ ചിത്രം അല്ലെ. അപ്പൊ പ്ലേറ്റിന് എന്താണ് അറബിയിൽ പറയുക? ഹിനുൻ എന്നവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? സ്വ എന്നുള്ള അക്ഷരമാണ്. സ്വാദാണ് അവിടെ എഴുതാനുള്ളത്. അപ്പൊ സ്വ എന്ന് എഴുതി കൊടുത്താൽ എങ്ങനെ വരും? സ്വഹിനുൻ എന്ന് വരും. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.